എല്ലാം ശരിയാകുമെന്ന് ഗ്യാരണ്ടി നൽകി 2016 കേരളം ഭരിക്കാൻ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലേറുമ്പോൾ നല്ല കാലം വരുന്നുവെന്ന് പ്രതീക്ഷിച്ചവരുടെ കൂട്ടത്തിൽ KSRTCയും ഉണ്ടായിരുന്നു. 5 വർഷത്തെ ഭരണവും പിന്നീട് അധികാര തുടർച്ചയുമായി 8 വർഷം പിന്നിടുമ്പോൾ എന്താണ് ആനവണ്ടിയുടെ അവസ്ഥയെന്ന് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. 2016 സ്ഥിതിയുമായി താരതമ്യം ചെയ്യുമ്പോൾ പ്രതിദിന വരുമാനം ഇരട്ടിയോളം വർദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ മൊത്തം കടം 6 ഇരട്ടിയായി ഉയർന്നുവെന്നാണ് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ പറയുന്നത്. ഇത് സൃഷ്ടിക്കുന്ന പ്രതിസന്ധി ചില്ലറയല്ല. ഗതാഗത വകുപ്പ് മന്ത്രിയായി KB ഗണേഷ് കുമാർ ചുമതലയേറ്റതിനു ശേഷം നടപ്പിലാക്കുന്ന പരിഷ്കരണങ്ങളിൽ KSRTC രക്ഷപ്പെടുമെന്ന പ്രതീതിയാണ് ജീവനക്കാർക്കും പൊതുജനങ്ങൾക്കുമുള്ളത്. അതോടൊപ്പം തന്നെ ഗണേഷ് കുമാർ പ്രഖ്യാപിച്ച KSRTCയെ റെയിൽവേ മോഡലിൽ മാറ്റിയെടുക്കാനുള്ള പദ്ധതിയിലും വലിയ പ്രതീക്ഷകളാണുള്ളത്. KSRTCയിലെ കമ്പ്യൂട്ടർവൽക്കരണം 6 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്ന് ഗണേഷ് കുമാർ നിയമസഭയിൽ അറിയിച്ചു. റെയിൽവേ സ്റ്റേഷൻ മാതൃകയിലേക്ക് ബസ് സ്റ്റാൻഡുകൾ മാറുമെന്നാണ് മന്ത്രിയുടെ മറ്റൊരു വാഗ്ദാനം. ബസ്സുകൾ സ്റ്റാൻഡിലേക്കുള്ള വരവും പോക്കും സ്ക്രീനിൽ തെളിയും. അനൗൺസ്മെൻറ്റ് സംവിധാനവും ഉണ്ടാകും. തത്സമയ ടിക്കറ്റിംഗ് ഉൾപ്പെടെ പൂർണ്ണമായും കറൻസി രഹിത ടിക്കറ്റ് ഇടപാടിലേക്ക് മാറാനും പദ്ധതിയുണ്ട്. MLAമാരുടെ ഫണ്ടിൽ നിന്നാണ് കമ്പ്യൂട്ടർ വാങ്ങുന്നത്. അതിന് പ്രത്യേക ഉത്തരവ് സർക്കാർ ഇറക്കും. അനുവദിക്കുന്ന തുക ഉപയോഗിച്ച് കമ്പ്യൂട്ടർ വാങ്ങാൻ KSRTC MDക്ക് അധികാരം നൽകും. KSRTCയുടെ 65% കടമുറികൾ ഒഴിഞ്ഞുകിടക്കുകയാണ്. ടെൻഡറിൽ പങ്കെടുക്കുന്നതിന് പോലും ഉയർന്ന തുക ആവശ്യപ്പെടുന്നതാണ് കച്ചവടക്കാരെ പിന്തിരിപ്പിക്കുന്നത്. വാടക നിരക്ക് പുനർനിശ്ചയിക്കുമെന്നും മാത്രമല്ല വാടകയും കുറയ്ക്കുമെന്നും മന്ത്രി പറഞ്ഞു. കച്ചവടക്കാർക്ക് താങ്ങാനാവുന്ന തരത്തിലുള്ള വാടക നിശ്ചയിച്ചു നൽകും. KSRTCയുടെ ടോയ്ലറ്റുകൾ സുലഭ ഏജൻസിക്ക് കൈമാറുമെന്നാണ് മറ്റൊരു പദ്ധതി. ഇപ്പോൾ തന്നെ 22 എണ്ണം കൈമാറാനായിരുന്നു പ്രാഥമിക ധാരണ. എന്നാൽ അവരെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമം പല കോണുകളിൽ നിന്നുമുണ്ടായി. നല്ല രീതിയിൽ പ്രവർത്തിച്ചാൽ അത് കേടാക്കിയ ശേഷം പരാതി കൊടുക്കുന്ന രീതിക്ക് പരിഹാരം കാണും. ജീവനക്കാർക്ക് ശമ്പളം ഒറ്റത്തവണയായി നൽകുന്നതിനുള്ള നടപടി പുരോഗമിക്കുകയാണ്. ബാങ്ക് ഓവർഡ്രാഫ്റ്റിലൂടെയാണ് ധനസമാഹരണം നടത്തുന്നത്. 1.5 മാസത്തിനുള്ളിൽ ഒറ്റത്തവണയായി ശമ്പളം കൊടുക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. KSRTCയുടെ ദേശസാൽകൃത റൂട്ടുകളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. കൂടുതൽ AC ബസ്സുകൾ സർവീസ് നടത്തുമെന്നും മന്ത്രി വാചകമടിച്ചു. ഈ വാചകമടി മാത്രമേ ഉള്ളൂ അതോ ഇതൊക്കെ നടപ്പിലാകുമോ എന്നാണ് ഗണേഷ് കുമാറിനെ അറിയാവുന്ന പലരും ചോദിക്കുന്നത്. കാരണം ഗണേഷ് കുമാർ തള്ളാൻ മിടുക്കനാണ്. തള്ളൽ മാത്രമേ ഉള്ളൂ. കൊട്ടയിലും കൂടയിലും കൊള്ളാത്ത വർത്തമാനങ്ങൾ പറയും. ഈ പറയുന്നതേ ഉള്ളൂവെന്ന് മണ്ഡലത്തിലുള്ളവർക്ക് മാത്രമല്ല അടുത്തറിയാവുന്നവർക്കെല്ലാം അറിയാം. ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ ആദ്യം വേണ്ടത് പണമാണ്. അതാണ് സർക്കാരിൻ്റെ കയ്യിലില്ലാത്തത്. പിന്നെ എങ്ങനെ കാര്യം നടക്കുമെന്നാ ചോദ്യം. മന്ത്രിയുടെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ടുവന്ന് ചിലവാക്കാൻ പറ്റില്ലല്ലോ. ഏതായാലും കാത്തിരുന്ന് കാണാം.